ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് എങ്ങനെയായിരിക്കാൻ ദൈവം തന്ന വലിയൊരു അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ മറ്റേവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു. അല്പസമയം നാം ചിന്തിക്കാൻ പോകുന്നത് ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചിരുന്ന ഒരു ടോപ്പിക്കിന്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. കോൺഷ്യസ് ലിവിങ്, അതായത് അവയർനെസ്. നമ്മൾ ഈ ബി അവെയർ, ബി അലേർട്ട് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയകരമായ ഫലപ്രദമായ ക്രിസ്തീയ ജീവിതത്തിന് നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന ചില ജീവിത ചര്യകൾ, അതിനെക്കുറിച്ചായിരുന്നു ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. അതിലൊരു ഭാഗമാണ് ബി അവെയർ. അതിങ്ങനെയാണ് കോൺഷ്യസ് ലിവിങ്. നമുക്ക് പലപ്പോഴും പ്രത്യേകിച്ച് ക്രിസ്തീയ കോളത്തിൽ കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ് കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നത്. ബോധപൂർവമുള്ള ഒരു ജീവിതം, കോൺഷ്യസ് ലിവിങ്. ഞാൻ വിശ്വാസമുണ്ട് നമുക്ക്. പലപ്പോഴും നമ്മൾ പല കാര്യത്തിൽ വിശ്വസിക്കുന്നു, അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവെയർ ആയിട്ടുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ള വലിയ ഒരു കാര്യം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ കാര്യത്തെ നാം അവെയർ ആയിരിക്കണം എന്നാണ് ഇന്ന് രാത്രി നാം ഒന്ന് ചിന്തിക്കാനായി പോകുന്നത്. ഞാൻ അതിനൊരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുഞ്ഞിന് നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കും. ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ ഉള്ള ഒരു കൊച്ചിന് അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന് അഡ്മിഷൻ ഫീസ് കൊടുക്കുന്നു, എൻട്രൻസ് എക്സാം എഴുതുന്നു, ടെസ്റ്റ് നടത്തുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിന് അഡ്മിഷൻ കിട്ടുന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഉള്ള ഓരോ ദിവസവും ഈ കൊച്ച് അവെയർ ആയിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് പ്രോപ്പർ യൂണിഫോം ഇട്ടിട്ടുണ്ടോ എന്ന് അവെയർ ആയിരിക്കണം, അല്ലെ? പ്രോപ്പർ യൂണിഫോം. ഇന്നത്തെ മൺഡേയുടെ യൂണിഫോമോ അല്ലെങ്കിൽ മൺഡേയുടെ ഡ്രസ് കോഡോ ആയിരിക്കില്ല വെനസ്ഡേയിലേക്കുള്ളത്. സോ ആ ഒരു സ്റ്റുഡന്റ് എപ്പോഴും അവെയർ ആയിരിക്കണം. എന്താണ് ഇന്ന് ഞാൻ ധരിക്കേണ്ടുന്നത്? അവെയർനെസ്. അതോടൊപ്പം തന്നെ തന്റെ റോൾ നമ്പറിനെ കുറിച്ച് അവെയർ ആയിരിക്കണം, തന്റെ ക്ലാസിനെ കുറിച്ച് താൻ അവെയർ ആയിരിക്കണം, തന്റെ ഡിവിഷനെ കുറിച്ച് താൻ അവെയർ ആയിരിക്കണം, ടൈമിങ്ങിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. ഇതെല്ലാം ദിവസവും അവെയർ ആയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓരോ ദിവസവും അവെയർ ആയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആ സ്റ്റുഡന്റ് ആയിരിക്കാൻ വേണ്ടുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങൾ. സോ അവെയർനെസ് എന്ന് പറയുന്നത് ആ വ്യക്തിയെ ആ ഇരിക്കുന്ന പൊസിഷനിൽ നിലനിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും വിശ്വാസത്താൽ നാം ദൈവമക്കളായി തീർന്നു. അപ്പോൾ തന്നെ അവെയർനെസ്സിൽ ലീവ് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ലൈഫ്, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. പൂർണ്ണതയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിൽ ജീവിക്കാനും അതിൽ ദൈവത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് മഹത്വം കൊടുക്കുവാനായി സാധിക്കും. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവെയർ ആയിരിക്കേണ്ടതിനെ കുറിച്ച് ഒരു വലിയ ലിസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ ചർച്ച ചെയ്തു. അതിൽ 5 എണ്ണം മാത്രം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. 5 കാര്യങ്ങൾ വി ഷുഡ് അവെയർ അബൌട്ട്. വി ഷുഡ് ഹാവ് ദ കോൺഷ്യസ് ലിവിങ്. നമുക്ക് ബോധപൂർവമുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അവെയർ ആയിരിക്കേണ്ടുന്ന, എപ്പോഴും അവെയർ ആയിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് റോൾ ID, റോൾ നമ്പർ, സ്റ്റാൻഡേർഡ്, അവന്റെ ഡിവിഷൻ, അവന്റെ ടൈമിങ്, അവന്റെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും ആ സ്റ്റുഡന്റ് എന്ന ആ പൊസിഷനിലായിരിക്കാൻ അവൻ ഓർത്തിരിക്കേണ്ടുന്നതെല്ലാം, അവെയർ ആയിരിക്കേണ്ടുന്നതെല്ലാം അതുപോലെ തന്നെ നാമും അവെയർ ആയിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. നമ്മൾക്കൊക്കെ ഇത് നമ്മുടെ പ്രാഥമികമായി നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഇതാണ്: എല്ലാ ദിവസവും നമ്മൾ അവെയർ ആയിരിക്കണം എന്നതാണ് ഈ പ്രാഥമികമായ വിശ്വാസത്തിൽ നിന്നിനെ വ്യത്യസ്തമാക്കുന്നത്.
കേൾക്കാമോ? ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് തിങ്, ഒന്നാമത്തെ കാര്യം ഒരു വാക്യത്തിലൂടെ നമുക്ക് ആ ചിന്തയിലേക്ക് കടക്കാം. 119 സങ്കീർത്തനം, Psalms 119 verse 151. 119 സങ്കീർത്തനം 181 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? യഹോവേ, നീ സമീപസ്ഥനാകുന്നു, നിന്റെ കൽപ്പനകളൊക്കെ സത്യം തന്നെ. God, you are very nearer to me. ദൈവമേ, യഹോവേ, നീ എന്താണ്? വളരെ സമീപസ്ഥനാകുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം നാം അവെയർ ആകേണ്ടുന്നത്, ഒന്നാമത്തെ അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടുന്നത് ഇതാണ്: ദൈവമേ, നീ വളരെ സമീപസ്ഥനാകും. നീ വളരെ സമീപസ്ഥന. നമ്മുടെ സമീപത്തില് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്താണ്? ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവാകാം. പക്ഷെ നാം മനസ്സിലാക്കുന്നത് അതിനേക്കാളും ഒക്കെ നമ്മുടെ ശ്വാസം നമ്മളോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നുവോ അത്രമാത്രം അടുത്തു നിൽക്കുന്നതാണ് ദൈവവും ദൈവ സാന്നിധ്യവും എന്ന ഒരു അവയർനെസ് ഒന്നാമതായി നമുക്ക് ഉണ്ടാകണം. The first awareness that we need to have is that God, you are very closer to me. ദൈവമേ, അങ്ങ് വളരെ അടുത്താണ് ഈ എന്നോടൊപ്പം എന്ന ഒരു അവയർനെസ് വിശ്വസിക്കുക മാത്രമല്ല, ആ ഒരു അവയർനെസ്, ആ കോൺഷ്യസ് ലിവിങ് ഉണ്ടാകണം. ആ ഒരു കോൺഷ്യസ് ലിവിങ് നമുക്കുണ്ടാകണം. ദാവീദിന്റെ സങ്കീർത്തനം 16 സങ്കീർത്തനം 8 വാക്യത്തിലും ഇങ്ങനെ തന്നെ വായിക്കുന്നു: ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എപ്പോഴും എന്നോടൊപ്പം ഇരിക്കുന്ന, എന്നോട് വളരെ ക്ലോസ് ആയിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ദാവീദ് അവെയർ ആയിരുന്നു എന്നുള്ള വലിയ വസ്തുത നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ ശൗലും ദാവീദും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ശൗലും ദാവീദും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ശൗലിന്റെ ജീവിതത്തിൽ താൻ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചു, ദൈവത്താൽ നിയോഗിതനായി രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. പക്ഷേ താൻ വിശ്വസിക്കാൻ തനിക്ക് കഴിയാതെ പോയ, അല്ലെങ്കിൽ താൻ തന്റെ ലൈഫിൽ ആ രാജസ്ഥാനത്ത് ഇരുന്നപ്പോഴും താൻ അവെയർ ആകാതിരുന്ന ആ തരത്തിലുള്ള ഒരു കോൺഷ്യസ്നെസ്സിൽ പുള്ളിക്ക് ഇല്ലായിരുന്നു. അതെന്താണെന്നറിയാമോ? ദൈവം തന്നോടൊപ്പമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം തന്നോടൊപ്പമുണ്ട്, ദൈവം തന്നോട് അടുത്തു നിൽക്കുന്നു എന്ന ബോധം, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം ശൗലിന് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഫിലിസ്തീനായ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിച്ചപ്പോഴൊക്കെ താന് അകത്ത് കയറി ഒളിച്ചിരിക്കേണ്ടി വന്നത്. അകത്ത് കയറി ഒളിച്ചിരിക്കുക. കാര്യം, എനിക്ക് ഇത്രയും വലിയൊരു പടയുണ്ട്, അവനോടൊപ്പം അതിലും കൂടുതൽ ആളുകളുണ്ട്, എന്റെ പടജനത്തെ അല്ലെങ്കിൽ എന്റെ ആയുധങ്ങൾ വെച്ച് എന്റെ എതിരാളിയെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന ചിന്ത തന്നിലേക്ക് വരികയാണ്. അപ്പോഴും തന്നിൽ ഒരു ബോധ്യമില്ലാതെ പോയി, ദൈവം എന്നോടുകൂടെയുണ്ട്, എന്നെ അഭിഷേകം ചെയ്ത, എന്നെ രാജസ്ഥാനത്തേക്ക് ഉയർത്തിയ, എന്നെ ഈ സ്ഥലത്തേക്ക് നിയോഗിച്ച സർവശക്തനായ സർവജ്ഞാനിയായ സകലത്തെയും അറിയുന്ന ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യം തനിക്ക് ഇല്ലാതെ പോയത് തന്നെ പരാജയത്തിലേക്ക് നയിച്ചു. പക്ഷെ മറുവശം ചിന്തിച്ചാൽ, ഒരു ചെറുബാലനായി തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ പിതാവിന്റെ ആജ്ഞപ്രകാരം വരുന്ന ദാവീദിനെയാണ് നമുക്ക് ആ സാഹചര്യത്തിൽ കാണാനായി കഴിയുന്നത്. അവിടെ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വെല്ലുവിളി കേട്ട് കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്ത: തന്റെ കയ്യിൽ എന്തുണ്ട്? തന്റെ കയ്യിൽ ആയുധങ്ങളുണ്ടോ? തന്നോടൊപ്പം യുദ്ധം അഭ്യസിച്ച ആളുകൾ തന്റെ പുറകിലുണ്ടോ? ഇതൊന്നും ആയിരുന്നില്ല തന്റെ വിഷയം. തന്റെ വിഷയം ഒറ്റ കാര്യമേ ഉള്ളൂ: എന്നോടൊപ്പം എന്റെ ദൈവമുണ്ട്, എന്നോടൊപ്പം ആ മരുഭൂമിയിലായിരുന്ന, എന്നോടൊപ്പം ആടുകളെ മേയിക്കുന്ന സമയത്തായിരുന്ന, എന്റെ ഏകാന്തതയിൽ ഞാൻ സംസാരിച്ച, ഞാൻ ബന്ധപ്പെട്ട, ഞാൻ മനസ്സിലാക്കിയ, ഞാൻ അനുഭവിച്ച ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യവും ആ ഒരു കോൺഷ്യസ് ലിവിങ്ങുമായിരുന്നു തന്നെ വിജയത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് ഇന്ന് വൈകിയ സമയം എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, നമുക്കും ആ ഒരു അവയർനെസ്സിൽ ജീവിക്കുവാനായി കഴിയട്ടെ. ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നോട് വളരെ അടുത്തിരിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് വളരെ അടുത്ത് അനുഭവിക്കുവാനായി കഴിയുന്നു, ഞാനൊരു ദൈവത്തിന്റെ മകൻ എന്ന നിലവാരത്തിൽ എന്ന വലിയ ബോധ്യം, എന്ന വലിയൊരു അറിവ്, ആ അറിവിൽ അനുദിനവും അനുനിമിഷവും ജീവിക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ശൗല് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, തനിക്ക് എത്ര മിടുക്കന്മാരായ കഴിവുള്ളവരുണ്ട്, തനിക്ക് തന്നെ കഴിവുണ്ട്, താൻ ആരോഗ്യം കൊണ്ടും
സാമർഥ്യം കൊണ്ടും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്, രാജാവാണ്. ഇതൊക്കെ മറന്നുപോയിട്ട് അകത്ത് കയറി ഒളിച്ചതിന്റെ കാരണം ദൈവമില്ല, അല്ലെങ്കിൽ തന്നോടൊപ്പം ദൈവമുണ്ട് എന്ന ബോധ്യമില്ലായ്മയാണ്. അതുകൊണ്ട് ഇത് രാത്രിയിൽ എന്തെല്ലാം നമുക്കുണ്ടായാലും, എത്ര കാര്യങ്ങൾ നാം നേടിക്കൂട്ടിയാലും, എന്തെല്ലാം കാര്യങ്ങൾക്ക് അധിപതികളാണ് എന്ന് നാം തോന്നിയാലും, ദൈവമുണ്ട് എന്ന ബോധ്യം ഏതെങ്കിലും ഒരു സമയത്ത് വന്നതല്ല ഞാൻ ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ടപ്പം ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച കാര്യമല്ല ഞാൻ പറയുന്നത്. അത് ആ കുഞ്ഞ് അഡ്മിഷൻ എടുത്തപ്പോൾ കൊടുത്ത ഫീസ് പോലെയുള്ളൂ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത കാര്യം പോലെയുള്ളൂ. പക്ഷെ അത് ID കാർഡ്, ആ സ്റ്റുഡന്റ് ID കാർഡ് എടുക്കുന്നത് പോലെ, യൂണിഫോമിനെ കുറിച്ച് ആകുന്നത് പോലെ, റോൾ നമ്പറിനെ കുറിച്ചും ഏത് സ്റ്റാൻഡേർഡ് ആണ്, തന്റെ സ്കൂൾ ബസിന്റെ ടൈമിങ്ങിനെ കുറിച്ച് അവെയർ ആകുന്നത് പോലെ നാമും അനുദിനവും അനുനിമിഷവും അവെയർ ആകണം. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇപ്പം നമുക്ക് ദൈവം കൂടെ ഉണ്ട് എന്ന ഒരു ബോധ്യമുള്ളപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്താണ്, ദൈവം ഉണ്ടെങ്കിൽ ഗോഡ്സ് പ്രസൻസ് വിൽ ഗീവ് us പ്രൊട്ടക്ഷൻ എന്ന് പറയും, അല്ലെ? നമ്മൾ പറയും പ്രൊട്ടക്ഷൻ ദൈവം തരും. ശരിയാണ്, ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. അതോടൊപ്പം തന്നെ നമ്മൾ പറയും പ്രൊവിഷൻസ് തരും. ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് പ്രൊവിഷൻസ് തരും എന്ന് നാം പറയാം. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അപ്പോൾ തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രിവെൻഷനും കൂടെയുണ്ട്. പ്രിവെൻഷൻ എന്താ? ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാള്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരാള് എന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, ഞാൻ എത്ര വളരെ അവെയർ ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്, അവെയർ ആയിട്ടായിരിക്കും എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്യുന്നത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കഴിഞ്ഞ ഒരു പകലിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നാം ഇടപെട്ട ഇടപാടുകൾ, നാം സംസാരിച്ച സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെ ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്ന ബോധ്യത്തിലായിരുന്നെങ്കിൽ എത്രമാത്രം വ്യത്യാസപ്പെട്ടേനും. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലായതുകൊണ്ട് കുഴപ്പമില്ല. ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. We believe that there is God and he is knowing us and he will take care of us. That we believe. പക്ഷെ ദൈവം ഉണ്ടെന്നുള്ള അവയർനെസ്, ആ കോൺഷ്യസ് ലിവിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ആ കോൺഷ്യസ് ലിവിങ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എത്ര മാത്രം കെയർഫുൾ ആയിരിക്കും, എത്ര മാത്രം പ്രിവെന്റീവ് ആയിരിക്കും, എത്ര മാത്രം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കും നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടിൽ, നമ്മുടെ ഓരോ ദിനചര്യകളിലും നമ്മൾ എത്രമാത്രം നമ്മൾ കെയർഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കെയർഫുൾ അല്ല. എന്താണെന്നറിയാമോ? വി ആർ നോട്ട് ഇൻ ദ കോൺഷ്യസ് ലിവിങ്. നമ്മൾ കോൺഷ്യസ് ലിവിങ്ങിലല്ല. ആ കോൺഷ്യസ് ലിവിങ്ങിൽ ഒന്നാമത് വേണ്ടുന്നത് ഈസ് വെരി ക്ലോസ്. നമ്മുടെ കൂടെ ഇപ്പം എന്റെ കൂടെ ഫാസ്റ്റർ വിയോർഗീസ് ഉണ്ടെങ്കിൽ ഞാൻ വളരെ എന്താ പറയാ, ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി വളരെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം കൂടെ ഉള്ളപ്പം ഒരു ചെറിയ കടിഞ്ഞാണുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ സംസാരിക്കേണ്ടുന്നത്, ഒത്തിരി തമാശകളൊന്നും എന്ത് ചെയ്തില്ലെങ്കിലും ഞങ്ങള് സൗഹൃദത്തിൽ പല കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമുക്ക് എന്തുണ്ട്, അദ്ദേഹം കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ പറയും സാറുണ്ട് കൂടെ എന്ന ഒരു അവയർനെസ്സിലാണ്. ഇതുപോലെ തന്നെ ദൈവം ഉണ്ടെന്നുള്ള ചിന്ത. അദ്ദേഹം നമ്മളോട് വല്ലപ്പോഴുമേ ഉള്ളൂ കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ളൂ കൂടെ. അങ്ങനെയാണെങ്കിൽ ആ മണിക്കൂറുകൾ എത്ര ബോധപൂർവം നാം ചിലവഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 24/7 365 days നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ദൈവം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. ദൈവം വളരെ ക്ലോസ് ആയിട്ടാണ് എൻ്റെ കൂടെ എന്ന ഒരു അവയർനെസ്സിൽ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എത്രമാത്രം പ്രിവെന്റീവ് ആയിരിക്കും, എത്രമാത്രം പ്രിവെൻഷൻസ് നാം എടുക്കും, എത്രമാത്രം കെയർഫുൾ ലീവിങ് നമുക്ക് ഉണ്ടാകുവാനിടയായിട്ടും. അതാണ് നമ്മളെ ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫിലേക്ക് നയിക്കുന്നത്. ആ കോൺഷ്യസ് ലിവിങ് ആണ്. നമ്മൾ പലപ്പോഴും പലയിടത്തും ചെല്ലുമ്പോൾ കാണാറുള്ള ഒരു കാര്യമുണ്ട്, ഇത് ക്യാമറയുടെ സർവേലൻസിലാണ്, അല്ലെ? ഇത് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, അല്ലെ? ക്യാമറയുടെ നിരീക്ഷണത്തിലായി കഴിഞ്ഞാൽ എത്ര ഡീസന്റ് ആണെന്ന് അറിയാം നമ്മൾ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൻ്റെ അനിയനും ഒക്കെ ഇവിടെ വന്നു. ഇപ്പൊ ഞങ്ങളൊരു നല്ല ഒരിടത്ത് സ്റ്റേ ചെയ്തു. അപ്പം ഒരു ഹോട്ടൽ, അദ്ദേഹം തന്നെ ബുക്ക് ചെയ്തു, അദ്ദേഹത്തിന്റെ അവിടെ നിന്നൊരു സ്റ്റേ ചെയ്തു. അപ്പൊ അവിടെ ഫുഡ് കഴിക്കാനിരിക്കും. അപ്പൊ ഞങ്ങള് പിള്ളേരും എല്ലാം ഉണ്ട്. കഴിക്കാനിരുന്നപ്പോഴത്തേക്ക് പിള്ളേരെ ഇവിടെ കിടന്ന് ഭയങ്കര, ഞങ്ങള് കൊച്ചു പിള്ളേർ ഒരു 10-15 പേരുണ്ട്. എല്ലാം കൂടെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പം വേറൊരാളായിട്ടുണ്ട്, അവിടെ ക്യാമറ ഉണ്ട് കേട്ടോ, ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരൊക്കെ ഭയങ്കര ഡീസന്റ് ആയി. ഭയങ്കര ഡീസന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എടുത്ത് ഡീസന്റ് ആയിട്ട് ഇരിക്കുന്നു, ഡീസന്റ് ആയിട്ട് നോക്കുന്നു, ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നു, ഡീസന്റ് ആയിട്ട് കഴിക്കുന്നു, ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. എത്ര ഡീസന്റാ! കാര്യം ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഒരു ക്യാമറയുണ്ട്. ആരോ തങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നൊരു തോന്നൽ. ഞാൻ പറയാം, ക്യാമറയുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാം, അല്ലെ? ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാം. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അതും നടക്കത്തില്ല.
കാര്യം അകത്ത് ഈ കുസൃതി തരങ്ങൾ മുഴുവൻ വെച്ചോണ്ടാണ് ക്യാമറയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത് ഈ പിള്ളേർ അനുഭവിക്കുന്നത്. ഈ ക്യാമറ ഇല്ലെന്നൊരു തോന്നൽ വന്ന ഉടനെ എന്തായി തീർന്നു, അവന്മാരുടെ പഴയ കുസൃതി മുഴുവൻ കാണിക്കും. അകത്ത് ഈ കുസൃതി മുഴുവൻ വെച്ചുകൊണ്ടാണ് ഈ അഭിനയങ്ങൾ മുഴുവൻ. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അതും നടക്കത്തില്ല. കാര്യം ദൈവം അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അഭിനയം നടക്കത്തില്ല. വി കാൺ പ്രിറ്റൻഡ്, വി കാൺ നോ ആക്ട്. നമുക്കൊന്നും പ്രിറ്റൻഡ് ചെയ്യാനായി സാധിക്കത്തില്ല. ബിക്കോസ് ആകവും പുറവും ഒരുപോലെ നന്നായി അറിയുന്ന, നമ്മുടെ ഹൃദയവിചാരങ്ങൾ ഇടതടവില്ലാതെ വായിക്കാൻ കഴിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ നന്നായി അറിയാൻ കഴിയുന്ന, ഹൃദയത്തെയും നമ്മുടെ പുറമെയും ഒക്കെ ഒരുപോലെ വായിച്ചറിയാൻ കഴിയുന്ന ആമേൻ സർവജ്ഞാനിയായ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ഒരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ നമ്മുടെ ലൈഫ്, ആ ഒരു ലിവിങ് എത്ര കോൺഷ്യസ് ആയി മാറുവാനിടയായിത്തീരും, എത്ര അവെയർ ആയി തീരുവാനിടയായിത്തീരും, എത്ര എഫക്റ്റീവ് ആയി തീരുവാനിടയായിത്തീരും. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, the first thing that we need to be aware about is that God is very closer to us. ദൈവം നമുക്ക് വളരെ അടുത്താണ്, ദൂരസ്ഥനല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സമീപസ്ഥൻ മാത്രമല്ല ദൂരസ്ഥനുമാണ് എന്ന് നാം വായിക്കുന്നു. അപ്പം സമീപസ്ഥനായ ഒരു ദൈവത്തെയാണ് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെയുള്ളത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ആ രക്ഷാ ദിനം മുതൽ ദൈവം വളരെ സമീപസ്ഥനാണ് എന്ന ബോധ്യത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ the first thing is that God is very close to us. And second thing, രണ്ടാമത്തെ കാര്യം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയ ഒരു കാര്യമാണ്. അതെന്താണെന്ന് അറിയാമോ? 1 പത്രോസ് 5:8. നമുക്കിതൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഒന്നുകൂടെ ഇതൊരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുന്നതിനും ആ കോൺഷ്യസ് ലീവിങ്ങിന് നമ്മളെ സഹായിക്കുന്നതിനും പര്യാപ്തമാകട്ടെ. 1 Peter chapter 5:8 ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 1 Peter 5:8. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നുകൊള്ളുവീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഓക്കെ. അപ്പൊ അവിടെ രണ്ടാമത്തൊരു അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടുന്നത് എന്താണെന്നറിയാമോ? അലറുന്ന സിംഹം പോലെ നമ്മളെ ചുറ്റി നിൽക്കുന്ന ഒരു പിശാചിന്റെ ആ ഒരു പ്രസൻസിനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വി നീഡ് ടു അവെയർ അബൌട്ട് ഇറ്റ്. ഞാന് ക്രിസ്തീയ കോളത്തിൽ കണ്ട 3 തരത്തിലുള്ള ഗ്രൂപ്പ് ആളുകളുണ്ട് പിശാചിനോടുള്ള ബന്ധത്തിൽ. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് സൈറ്റൻ. എന്താ സാത്താനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും. ദൈവത്തെക്കാൾ അധികമായിട്ട് പിശാചിനെ ഹൈലൈറ്റ് ചെയ്യും. അവര് പറയുന്നതും ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം എന്താണെന്നറിയാമോ? പിശാച്. ഞാനത് ചിന്തിക്കാറുണ്ട്, ഇവർക്ക് ഈ സാത്താനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, ആ ഒരു ഓളജി മാത്രമേ പഠിച്ചിട്ടുള്ളൂ, തിയോളജിയിൽ ആ ഒരു ഭാഗം മാത്രമേ ഇവര് മനസ്സിലാക്കിയിട്ടുള്ളൂ, അതോ ഇനി അത് മാത്രമാണോ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതെന്ന് പോലും ചിന്തിക്കുന്നു. അത്രമാത്രം ഹൈലൈറ്റിങ് ആരാണെന്നറിയാമോ? പിശാചാണ്. പിശാചിനെ അത്രമാത്രം ഹൈലൈറ്റ് ചെയ്യും. അതാണ് ഈ ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മറ്റൊരു കൂട്ടരുണ്ട്. ആ കൂട്ടർ ഈവൻ പെന്തക്കോസ്ത് കോളത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന പിശാചില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, പിശാചില്ല എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടർ. അത് ഭയങ്കര വേറൊരു ഡേഞ്ചറസ് സോണാണ്. അങ്ങനെയല്ല, പിശാചില്ല എന്നുള്ളതല്ല, പിശാചുണ്ട്, പിശാചിന്റെ പ്രവർത്തനങ്ങളുണ്ട്, അതിന്റെ തന്ത്രങ്ങളുണ്ട്, ഇതെല്ലാം നാം അറിയണം. മൂന്നാമത്തെ ഒരു കൂട്ടരാണ് ഫിയർ സൈറ്റൻ. അവരെപ്പോഴും എന്താണെന്നറിയാമോ? ആ പിശാചിന്റെ ഭയത്തിൽ ജീവിക്കുന്നവരും പിശാചിന്റെ ഭയത്തിൽ കഴിയുന്നവരുമായ ഒരു കൂട്ടരാണ് മൂന്നാമത്തെ കൂട്ടർ. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. എന്റെ ഒരു വീക്ഷണത്തിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു. ഒന്ന്, ദ പീപ്പിൾ ദേ ഹൈലൈറ്റ് സൈറ്റൻ. പിശാചിനെ എന്ത് ഹൈലൈറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഭയങ്കരമായിട്ട് ഹൈലൈറ്റ്. രണ്ടാമത്തെ കൂട്ടർ അവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു പിശാച് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ ഒത്തിരി പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പലരും എന്നോട് പിശാചൊന്നും ഇല്ല, ദൈവം ഉണ്ടെന്ന് പറയുകയും ചെയ്യും. അതാ രസം. ദൈവം ഉണ്ടെന്ന് പറയുകയും ചെയ്യും, അപ്പോൾ തന്നെ അവർ പറയാം പിശാചൊന്നും ഇല്ല. എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ തോന്നല. അപ്പൊ പിന്നെ ഇവര് മറ്റേ മുമ്പത്തെ കാര്യം തോന്നലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. നമുക്ക് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം, റൈറ്റ് അവയർനെസ് നമുക്ക് ഉണ്ടാകണം. മൂന്നാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് അവരെപ്പോഴും പിശാചിനെ ഭയപ്പെടുന്നവരാ, എപ്പോഴും ആ ഒരു ഭയത്തില, പിശാചിനെ കുറിച്ചുള്ള ഭയത്തിൽ താമസിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായിരിക്കണം? വി നീഡ് ടു അവെയർ അബൌട്ട് there is a person. അവിടെ ഒരു വ്യക്തി ഉണ്ട്. എന്താ? പിശാച്
അലറുന്ന സിംഹം പോലെ നമ്മളെ എങ്ങനെയും വിഴുങ്ങണം, എങ്ങനെയും ദൈവത്തിൽ നിന്ന് അകറ്റണം എന്ന ചിന്തയിൽ ഓടി നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നൊരു അവയർനെസ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ദൈവമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് വളരെ ക്ലോസർ ആണ് എന്ന് ചിന്തിക്കുമ്പോൾ, എന്ന അവയർനെസ്സിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ്, പിശാചും വളരെ അടുത്ത് അവന്റെ പദ്ധതി ഇതാണ്. ഹിസ് ടാക്ടിക് എന്തെന്ന് പറയുന്നതാണ്, എന്നെ ദൈവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റുക, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുക, എങ്ങനെയെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം കുറച്ചു കളയുക, ദൈവത്തിൽ അവിശ്വാസം കൊണ്ടുവരിക. ഈ തരത്തിൽ ചിന്തിപ്പിച്ച് ഈ തരത്തിലുള്ള ചിന്തയോടുകൂടെ പുറകിൽ ഇങ്ങനെ കറങ്ങി നടക്കുക. എപ്പോഴും അത് അവെയർ ആയിരിക്കണം, എപ്പോഴും അത് അവെയർ ആയിരിക്കണം. അപ്പൊ രണ്ടാമത്തെ കാര്യം, we need to aware about Satan. മൂന്നാമത്തെ കാര്യം നമുക്ക് മറ്റൊരു വാക്യം 2 Corinthians chapter 12 verse 9. 2 Corinthians chapter 12 verse 9. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ 2 Corinthians 12 verse 9. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. മൂന്നാമത്തെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടുന്നത് ഇതാണ്, വി ആർ വീക്ക്. നമ്മൾ എന്താണ്? ബലഹീനരാണ്. വി നീഡ് ദ സ്ട്രെങ്ത് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണം. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ചിന്തിക്കരുത് എനിക്ക് ശക്തിയുണ്ട്. അറിയാതെ വന്നു പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് ശക്തിയുണ്ട്. കാര്യം കഴിഞ്ഞ നാളുകളിലൊക്കെ എനിക്ക് നിൽക്കാൻ പറ്റി, കഴിഞ്ഞ നാളുകളിലൊക്കെ എനിക്ക് നടക്കാൻ പറ്റി, കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ ചിന്തിച്ചതിലും ഉപരിയായിട്ട് നടന്നു. സോ ഐ ആം ഹാവിംഗ് ദ സ്ട്രെങ്ത് ടു മൂവ് ഫോർവേഡ്. ഡോണ്ട് തിങ്ക് ദാറ്റ് we will fail. നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത്. we need to think, we need to aware that we are weak. നമ്മൾ വീക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ അത്യന്ത ശക്തി എവിടെയാണ്? മൺകൂടാരത്തിലാണ്. അപ്പൊ ആ മൺകൂടാരമാണ് നമ്മൾ എന്നുള്ള, നമ്മൾ വളരെ വീക്കാണ്. There are lot of limitations, there are lot of shortcomings. We are weak, we need to aware about it each and every moment. എല്ലാ സമയവും നമ്മൾ അവെയർ ആകണം. അല്ലെങ്കിൽ ഏതൊരു സമയത്തും അവെയർ ആയത് മാത്രമല്ല, എപ്പോഴും അവെയർ ആകേണ്ടുന്ന ഒരു കാര്യം, നമ്മളൊന്ന് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ, നമ്മളൊന്ന് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ, നമ്മളൊന്ന് റിമെയിൻ ചെയ്യുമ്പോൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്, കർത്താവേ ഞാൻ ബലഹീനനാണ്, നിന്റെ ശക്തി എന്നെ ശക്തീകരിച്ചു, നീ എന്നെ ബലപ്പെടുത്തി, നിന്റെ കൃപ എനിക്ക് മതി, നിന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. എന്റെ കഴിവ് കൊണ്ട് നടക്കത്തില്ല, എന്റെ ശക്തി കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തിയതാണ് എന്ന അവയർനെസ് മൂന്നാമതായി നമുക്കുണ്ടാകണം. ഈ ഒരു അവയർനെസ് ഇല്ലാത്തതാണ് പലപ്പോഴും പല യാത്രകൾക്കിടയിലും പെട്ടെന്ന് വീണു പോകാനായിട്ട് നമ്മളെ ഇടയാക്കും. നമ്മളൊരു ശ്വാസം മാത്രമാണ്, അല്ലെ? നമ്മൾ എത്ര പരിമിതരായ മനുഷ്യരാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഗാലക്സിയെ കുറിച്ചും നമ്മുടെ ഈ യൂണിവേഴ്സിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് കുറെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ തന്നെ ഒന്നുകൂടെ ചിന്തിച്ചു, ദൈവമേ, ഹൗ ബിഗ് ഇറ്റ് ഈസ്. നോ ഇറ്റ്സ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ ആൻഡ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് നമ്മളെന്ന് പറയുന്നത് ഇത്ര ടൈനി ആയിട്ടുള്ളൊരു ബീയിങ്, അല്ല, ഇത്ര ചെറിയ ഒരു വ്യക്തി. നമ്മള് we think that we are something. No, how foolishness it is. No, എത്ര മണ്ടത്തരമാണ് അതൊരു കാര്യം. അവിടെ നാം മനസ്സിലാക്കണം, കർത്താവേ, I am nothing, I am weak. അതുകൊണ്ടാ റോമാലേഖനം 8:26 പറയുന്നത്, എന്റെ ബലഹീനതകൾ തികഞ്ഞു വരും. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു, അല്ലെ? ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന, അല്ലെങ്കിൽ കോൺഷ്യസ് ലിവിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടുന്ന, എപ്പോഴും കോൺഷ്യസ് ആയിരിക്കേണ്ടുന്ന, അവെയർ ആയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, വി ആർ വീക്ക്. I am weak, Lord. It is your strength. It is strengthening me, and it is enabling me, and it is equipping me. Lord, നിന്റെ ശക്തി, നിന്റെ കൃപ, നിന്റെ ആലോചന, നിന്റെ ഗൈഡൻസ് ആണ് എന്നെ ശക്തീകരിക്കുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ I become nothing. ഞാൻ ഒന്നുമില്ലാതായി മാറുക, സീറോ ആയി മാറുക എന്ന ഒരു അവയർനെസ് നമുക്കുണ്ടാകുവാനിടയാകട്ടെ. ഒന്നാമതായി നാം പറഞ്ഞു, ദൈവം വളരെ സമീപസ്ഥൻ. 2, പിശാചിന്റെ
തന്ത്രങ്ങളുണ്ട്, പിശാചുണ്ട്. അതില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. 3, നമ്മൾ വീക്കാണ്. ആ വീക്ക്നെസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. അത് നമുക്കുണ്ട്, ഓൾറെഡി ഇറ്റ് ഈസ് ദേർ. വി നീഡ് ടു അവെയർ ദാറ്റ്. യെസ്, ആ ദൈവശക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ആ ദൈവശക്തിയിലാണ് ഞാൻ ചരിക്കുന്നത്, ആ ദൈവശക്തിയിലാണ് ഞാൻ സംസാരിക്കുന്നത്, ആ ദൈവശക്തിയിലാണ് ഞാൻ ഇടപെടുന്നത്. എന്റെ ജീവിതത്തിന്റെ വിജയവും എന്റെ ജീവിതത്തിന്റെ പരാജയവും ഉയർച്ചയും ഫലപ്രദവും ആയിരിക്കുന്നതെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ ദൈവശക്തിയിലാണ്, എന്റെ കഴിവുകളിലല്ല. നമ്മുടെ കുടുംബ ശ്രേഷ്ഠതയോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സമൂഹത്തിന്റെ നിലയോ വിലയോ ഭദ്രതയോ ഒന്നും നമ്മൾ നിൽക്കുന്നതിന്റെ അടിസ്ഥാനമല്ല. മറിച്ച് നമ്മളെ നിർത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എന്നിൽ ദൈവം പകർന്ന ആത്മശക്തിയുടെ ചൈതന്യമാണ്. അതാണ് എന്നെ നിലനിർത്തുന്നത് എന്ന ബോധ്യത്തിൽ, അവയർനെസ്സിൽ ഒരിക്കൽ ജീവിച്ചു എന്നുള്ളതല്ല, അനുനിമിഷവും ജീവിപ്പാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ കോൺഷ്യസ് ലിവിങ്, ഒറ്റ സമയം പോലും അത് മാറുന്നില്ല. അതിങ്ങനെ അകത്ത് എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ആ ഓർമ്മയിൽ ജീവിക്കണം. ആ ഓർമ്മയിലാണ് നാം ജീവിക്കേണ്ടത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം പോലെ, ഞാൻ കൊച്ചങ്ങ് മറന്നു പോകാന്ന് വെച്ചു. ഒരു കുട്ടി മറന്നു പോവുക, അവള് 4ാം ക്ലാസ് സ്റ്റാൻഡേർഡ് ബിയിലാണ്, അവിടെ റോൾ നമ്പർ 15 ആണെന്ന് മറന്നു പോവുക. മറന്നു പോയിട്ട് അവള് 5ാം ക്ലാസ്സിൽ പോയിരുന്ന എന്തായിരിക്കും സ്ഥിതി? 5ാം ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഇറക്കി വിടും. പരീക്ഷ എഴുതാൻ നേരത്ത് റോൾ നമ്പർ മറന്നുപോയാൽ അവയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കൊച്ചിന്റെ എന്താ പറയാ, അത് പരീക്ഷയിൽ ഫെയിലായി പോവുക. അപ്പൊ ഈ തരത്തിൽ പലപ്പോഴും നമ്മൾ അവയർ അല്ലാത്തത് കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടുന്ന അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്ന പല മേഖലകൾ ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ കോളത്തിൽ. അത് ചിലപ്പം ദൈവം എന്നെ കൊണ്ട് ആ പർട്ടിക്കുലർ സ്പോട്ടിൽ ചെയ്യിക്കേണ്ടുന്ന ചില ദൗത്യങ്ങളായിരിക്കും. നാം മറന്നു പോകുന്നത് കൊണ്ടും നമ്മൾ അവയർ അല്ലാത്തത് കൊണ്ടും ദൈവം അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നില്ല. കാര്യം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മീ. അത് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യുന്നതിനും അത് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം എന്നിൽ തന്നിരിക്കുക. ഇറ്റ്സ് എ ചോയ്സ് ആണ്, അതൊരു ചോയ്സ് ആണ്. നമ്മൾ പലപ്പോഴും എല്ലാം ദൈവത്തിലെ അങ്ങ് അടിച്ചേക്കും. അല്ല, ഇറ്റ്സ് എ ഡെലിബറേറ്റ് ചോയ്സ് ദാറ്റ് വി നീഡ് ടു മേക്ക്. യെസ് കർത്താവേ, ഞാൻ ആ അവയർനെസ്സിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. അതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം റോമാലേഖനം 8ാം അധ്യായം അതിന്റെ 13ാമത്തെ വാക്യം. റോമാലേഖനം ആർക്കെങ്കിലും ഒന്ന് വായിക്കും. റോമാലേഖനം 8 അതിന്റെ 13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും അവെയർ ആകേണ്ടുന്ന ഒരു കാര്യമാണ് സ്പിരിച്വൽ ഡെത്ത് ആൻഡ് ലൈഫ്. ഈവൻ അത് നമുക്ക് ഇങ്ങനെയും പറയാം, ഫിസിക്കൽ ഡെത്തും ലൈഫും, ആ മരണവും ജീവനും, ഇതിനെക്കുറിച്ച് നാം അവെയർ ആയിരിക്കണം. നമ്മള് സാധാരണയായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയാമോ? മരണവും ജീവനും എവിടാണെന്ന് നമ്മൾ പറയുന്നത്? നമ്മളൊരു വാക്യവും പറയും അതിന്. നാവിന്റെ അധികാരത്തിൽ. ഏതാ വാക്യം? സദൃശവാക്യം 18ാം അധ്യായം 21ാമത്തെ വാക്യം അല്ലെ? സദൃശ 18-21. മരണവും ജീവനും നമ്മുടെ നാവിന്റെ അധികാരത്തിലാണ് അല്ലെ? അങ്ങനെ നമ്മൾ സാധാരണ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പോസിറ്റീവ് പറയാവുള്ളൂ. പോസിറ്റീവ് നല്ല കാര്യം, ഞാനും അങ്ങനെ പറയുന്ന ആളാണ് കേട്ടോ. പോസിറ്റീവ് പറയാവുള്ളൂ. പോസിറ്റീവ് പറയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ലൈഫ് ഉണ്ടാകും. അങ്ങനെയല്ല സത്യം, അതല്ല. അതിന്റെ ഒരു ആത്മീയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വാക്കുകളിൽ നമുക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് കാര്യമില്ല, വാക്കുകളിൽ പോസിറ്റീവ് ആയിട്ട് കാര്യമില്ല, ആത്മാവിൽ. അതുകൊണ്ടാ റോമൻ 8ന്റെ 21 33 ആ വാക്യം ഒന്നും വായിച്ചു. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തെ അനുസരിച്ച് ജീവിച്ചിട്ട് വാ കൊണ്ട് പോസിറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല. വാ കൊണ്ട് പോസിറ്റീവ് ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം? പറയാം. പക്ഷെ അനുസരിച്ച് ജീവിക്കുന്ന ആരെയാ? ജഡത്തെ ആയിരിക്കും. അതെന്തിലേക്ക് നയിക്കത്തുള്ളൂ? മരണത്തിലേക്ക് നയിക്കത്തുള്ളൂ. പക്ഷേ അടുത്ത ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ആത്മാവിനാൽ ശരീരത്തിന്റെ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലും അവിടെ എന്ത് വ്യാപരിക്കും? അവിടെ ജീവൻ ഉണ്ടാകുവാനിടയെ. അപ്പൊ ആ മരണവും ജീവനും നിലനിൽക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാമോ? ആത്മജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആത്മാവിൽ ജീവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മരണവും ജീവനും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒത്തിരി ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് വളരെ സുപരിചിതമായ
ഭാഗമാണ് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലെ 12 ഗോത്ര തലവന്മാർ എങ്ങോട്ട് കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് പോകുന്നു. നമുക്കറിയാം പ്രഭുക്കന്മാർ പോകുന്നു. പോയിട്ട് വന്നിട്ട് ഇവര് തിരിച്ചു വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 13-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം എടുക്കണ്ട, വായിക്കാം, ഞാനത് പറയാം. അവര് എന്നിട്ട് വന്നിട്ട് ഇവര് പറയുകയാണ്, നമ്മൾ പോയി കണ്ട സ്ഥലം എന്താണ്? വളരെ നല്ല സ്ഥലമാണ്. ഇറ്റ്സ് ഗുഡ് പ്ലേസ്. അവിടെ അവര് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശം. അല്ലെങ്കിൽ ഞാൻ പറയുന്നതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ നിങ്ങൾ വായിച്ചു എടുത്തു. 13-ാം അധ്യായം സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 26. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ നിന്ന് അവരോടും സകല സഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. കണ്ടോ? അപ്പൊ ഇത് പോസിറ്റീവായ ഒരു കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? ദേശത്തിലെ ഫലങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളൊക്കെ എടുത്തുകൊണ്ട് കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും മനോഹരമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇറ്റ്സ് എ പോസിറ്റീവ് ആക്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അടുത്തതായിട്ട് അവിടെ പോസിറ്റീവ് വേർഡ്സ് കാണാം. അതെന്താ അവര് പറയുന്നേ? അവർ അവരോട് വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അത് പാലും തേനും ഒഴുകുന്ന ദേശം. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവായ കാര്യമാണ്. അവര് പറയാണ് അതൊരു പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാണ്. ദർ ഇസ് നോ ഡൗട്ട്. വളരെ പോസിറ്റീവ് ആയിട്ട് അവര് കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ അതിന്റെ താഴോട്ട് വരും 33-ൽ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളുകളെ പോലെ എന്ത് ചെയ്തു തോന്നി. ഞങ്ങൾക്ക് തന്നെ അവര് പറയാണ്, ഈ വാക്കുകൊണ്ട് പോസിറ്റീവായിട്ടൊക്കെ പറഞ്ഞെങ്കിലും അവര് പറയാ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുക, ഞങ്ങൾ എന്താണ്, ഞങ്ങൾക്ക് അത്ര ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ അന്നേരം അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യൻ അവിടെ പറയുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? 30-ാമത്തെ വാക്യം, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറയുകയാണ്. വി ക്യാൻ വിൻ, വി ക്യാൻ കോൺകർ. നമുക്കത് ജയിക്കാൻ കഴിയുമെന്ന് ഒരു മനുഷ്യൻ പറയുന്നു. ബാക്കിയുള്ളവർ പോസിറ്റീവ് ഒക്കെ പറഞ്ഞു, അവരുടെ വാക്കുകളിൽ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ മാത്രം ഒരു വ്യത്യസ്ത നിലവാരത്തിൽ നാം കാണുന്നു. അത് 14-ാം അധ്യായത്തിൽ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനും കാണാം. എന്താണെന്നറിയാമോ? 14-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, എന്റെ ദാസനായ കാലേബോ അവന് വേറെയൊരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. അവൻ എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ബാക്കിയുള്ളവരൊന്നും അങ്ങോട്ട് എത്തത്തില്ലെന്നാ പറഞ്ഞു. ബാക്കിയുള്ള ഒരു വ്യക്തിയും എത്തുകയില്ല. ഈ വ്യക്തി എന്ത് ചെയ്യും? എത്തും. കാര്യം എന്താണെന്നറിയാമോ? പറഞ്ഞ വാക്ക് പോസിറ്റീവ് ആയതുകൊണ്ടല്ല, തന്നിൽ വ്യാപരിച്ചത്, താൻ അനുസരിച്ചത് പൂർണ്ണമായി ദൈവത്തെ ആയിരുന്നത് കൊണ്ടും വ്യത്യസ്തമായ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നത് കൊണ്ടും. ഇന്ന് വൈകിയ സമയത്ത് പലപ്പോഴും നമ്മൾ പല പോസിറ്റീവ് വാക്കുകളൊക്കെ പറയാറുണ്ട്, ഒത്തിരി പോസിറ്റീവ് വാക്കുകൾ പറയാറുണ്ട്. പക്ഷെ അകത്ത് നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ, ആത്മാവല്ല നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ആത്മാവിലല്ല നാം നയിക്കപ്പെടുന്നതെങ്കിൽ, നാം പറയുന്ന പോസിറ്റീവ് വാക്കുകൾക്ക് പോലും നമ്മളെ ജീവനിലേക്ക് നയിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് മരണവും ജീവനും വാക്കുകളിൽ നിന്ന് എഴുത്തുകാരൻ ഉദ്ദേശിച്ചതിന്റെ ഉദ്ദേശം ഇതാണ്: ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന, ജഡത്തെ ആത്മാവിനാൽ നിയന്ത്രിച്ച് പറയുന്ന വാക്കുകൾക്കാണ് ജീവനിലേക്കും മരണത്തിലേക്കും എന്നെ കൊണ്ടുപോകുവാൻ കഴിയുന്നതെന്ന ബോധ്യത്തിൽ ആ വാക്കുകൾ ജീവിതം, പ്രവൃത്തികളൊക്കെ എല്ലാം തന്നെ ആത്മനിയന്ത്രിതമായി തീരട്ടെ. സോ ദ ഫോർത്ത് തിങ് ദാറ്റ് വി നീഡ് ടു അവെയർ അബൌട്ട് ദാറ്റ്, നമ്മുടെ മുമ്പിൽ ജീവനും മരണവും ഉണ്ട്. അത് മുഴുവൻ ആശ്രയിച്ചിരിക്കുന്ന എന്താ? എന്റെ ആത്മാവിലുള്ള ആത്മജീവിതത്തെ അതിലെ അടിസ്ഥാനപ്പെടുത്തിയ എന്റെ ജീവനും മരണവും. അല്ലാതെ കേവലം ഞാൻ പറയുന്ന വാക്കുകളിലല്ല. കുറെ പോസിറ്റീവ് വാക്കുകൾ പറഞ്ഞു, അത് നടക്കും എന്നൊരു 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടൊന്നും നടക്കുവോ, അല്ലെങ്കിൽ എനിക്ക് ജീവനിലേക്ക് ആ ജീവൻ എന്നിൽ നിലനിർത്താനോ കഴിയണമെന്നില്ല. അതിന് അടിസ്ഥാനമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ
ആത്മാവിൽ ജീവിക്കുക, ആത്മാവിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആത്മാവിൽ ജീവിക്കുക. ആ വാക്യം ഒന്നുകൂടെ നമുക്ക് ഒന്ന് വായിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യവും നാം വളരെ നമ്മുടെ കോൺഷ്യസ് ലിവിംഗിൽ വളരെ ഉൾപ്പെടുത്തേണ്ടതുമായ ഒരു കാര്യമാണ്. റോമർ 8:13 ഒന്നുകൂടെ വായിക്കാമോ? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനും ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. ജഡത്തെ അനുസരിച്ച് ജീവിക്കുക. ഇത് ആ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു പ്രസന്റ് ലിവിങ്ങിനെ കുറിച്ച് പറയുകയാണ് അല്ലെ. പ്രസന്റ് ലിവിങ്ങിനെ അല്ല, ജീവിച്ചിരുന്നു എന്നോ ജീവിക്കുമെന്നോ ഒന്നും അല്ല പറയുന്നത്. ആ പ്രസന്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണ്. അനുദിനം ജീവിക്കേണ്ടുന്ന ആ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. അപ്പം നമ്മുടെ ജഡത്തെ അനുസരിച്ച്, ജഡത്തിന്റെ ചിന്തകളിലൂടെ, ജഡത്തിന്റെ സ്വഭാവത്തിലൂടെ, ജഡത്തിന്റെ പ്രവൃത്തികളിലൂടെ ജീവിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഷുവർ ദാറ്റ് വി വിൽ ഡൈ. അത് അതിൻ്റെ ഒത്തിരി ഡിബേറ്റ്, അത് ആത്മമരണമാണോ ശാരീരിക എന്ത് തന്നെയാണെങ്കിലും ഡെത്ത് ഇറ്റ്സ് ഷുവർ. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അവിടെ വ്യാപരിക്കുന്നതും അവിടെ നിൽക്കുന്നതും അവിടെ നിലനിൽക്കുന്നതും നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതും ജീവനായിരിക്കും. ദൈവം നമ്മളിൽ പകർന്ന ആ ജീവൻ നമ്മളിൽ നിലനിൽക്കുകയും നമ്മളിൽ നിന്ന് അനേകരിലേക്ക് ജീവൻ പുറപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, പലപ്പോഴും നമ്മളിൽ ജീവൻ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും കല്ലേറുകൾ ഉണ്ടാകുന്നത് കേട്ടോ. ഈ അകത്ത് ഫലമുള്ള ജീവൻ ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഫലമുണ്ട് അല്ലെ. ഞാൻ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്നുകൂടെ പറയാം. ഈ പലപ്പോഴും നമ്മള് മാവില്, ഇപ്പം നാട്ടിൽ ഞങ്ങൾ ചെന്നപ്പോ ഉണ്ട്, പിള്ളേരെ കൊണ്ട് ഞങ്ങളുടെ ഒരു മാവുണ്ട്, അതെല്ലാം ഏറോടേറാ. അമ്മമാർക്ക് എറിയാനൊന്നും അറിയത്തില്ല, എങ്കിലും കല്ലും കമ്പും ഒക്കെ വലിച്ചെറിയുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, പണ്ടൊക്കെ നമ്മളൊക്കെ ചെയ്ത പരിപാടി തന്നെ ഇമാര് ചെയ്യുന്നത്. വ്യത്യാസമായിട്ടൊന്നുമല്ല, അവരും കല്ലേറാ. കിട്ടിയ മാങ്ങയൊക്കെ പഴുത്തില്ല, കിട്ടിയതൊക്കെ അവര് എടുത്ത്. പക്ഷെ ഞങ്ങളുടെ സമയത്ത് ഇപ്പൊ പിന്നെ പഴുത്ത മാങ്ങ അവർക്ക് കിട്ടിയില്ല. ഞങ്ങളെയൊക്കെ ആ സമയത്ത് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് എത്ര പേര് അങ്ങനെയൊക്കെ മാവേൽ എറിഞ്ഞ് മാങ്ങ കഴിച്ചിട്ടുണ്ടെന്ന്. കഴിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം മനസ്സിലാവും. അപ്പം മാങ്ങ എറിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിക്കും അല്ലെ. ഇത് കഴിച്ചിട്ട് അതിന്റെ വിത്തുണ്ട്, വിത്തെന്ത് ചെയ്യും? കുഴിച്ചിടുവോ? ഇല്ല, ഒറ്റ ഏറായിരിക്കും. അതിനും മനസ്സിലാവും ഇത് എടുത്തൊരൊറ്റ ഏറ. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന എന്താ, കൂട്ടുകാരിക്കടാ നീ എറിഞ്ഞത് എത്ര ദൂരം പോയി, ഞാൻ എറിഞ്ഞത് എത്ര ദൂരം പോയി. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇതിന്റെ പഴച്ചാറ് മുഴുവൻ ഊറ്റി കുടിച്ചിട്ട് അതിന്റെ ജീവൻ നിലനിൽക്കുന്ന വിത്തെടുത്ത് ചെയ്യും, എടുത്തൊരൊറ്റ ഏറ് അല്ലെ. എത്ര ദൂരത്തേക്ക് എറിയാമോ അത്ര ദൂരത്തേക്ക് എറിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മളെയും ഒക്കെ അകത്ത് ജീവൻ ഉള്ളത് കൊണ്ടാ പലരും കല്ലെറിയുന്നതും നമ്മളിലുള്ള നന്മകൾ അനുഭവിക്കുന്നതും നമ്മളെ ഉപയോഗിക്കുന്നതും അവസാനം നമ്മളെ എന്താ പറയാ, ഏറ്റവും ദൂരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും വലിച്ചെറിയപ്പെടുന്നുണ്ടെങ്കിൽ, ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ, കല്ലേറ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അകത്ത് ജീവനുണ്ട്, നിങ്ങളുടെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നു. ഞാൻ അതിനോടനുബന്ധിച്ച് ഇതിലൂടെ പറയാം. ഈ മാവിന്റെ വിത്ത് പോയി വീടുന്നിടത്ത് ഇത് എപ്പോഴേലും പറയോ, ഞാൻ ഇനി കിളുക്കുന്നില്ല. കാര്യം ഇത്രയും കിളിർത്തിട്ടും ഇത്രയും ഫലം കൊടുത്തിട്ടും ഇവന്മാരൊക്കെ എറിഞ്ഞിട്ട് ഇവന്മാരൊക്കെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയെന്ന് പറയൂ? ഇല്ല. അടുത്തൊരു മഴ വരുമ്പോൾ ആ മഴ കഴിഞ്ഞാൽ നാം കാണാൻ കഴിയുന്നത് ഇതിന്റെ അകത്തുള്ള ജീവൻ പുറത്തൊരു മരമായി, ഒരു ചെടിയായി വളരുവാനിടയായി തീരും. എത്ര ദൂരേക്ക് വലിച്ചെറിയപ്പെട്ടാലും എത്ര ഉപയോഗിക്കപ്പെട്ടാലും ആ വിത്തിന്റെ അകത്ത് ഉള്ള ജീവൻ അതിന്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വളർന്നു വരുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം പകർന്ന ജീവൻ, ദൈവം തന്ന ജീവൻ ആരൊക്കെ ഉപയോഗിച്ചാലും ആരൊക്കെ നമ്മളെ വലിച്ചെറിഞ്ഞാലും ചെന്ന് വീഴുന്ന ഇടത്ത് നിന്ന് കിളിർത്തു വരാൻ കഴിയുന്ന ഒരു വലിയ ജീവനാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വ്യാപരിക്കുന്നത് എന്ന ബോധ്യത്തിൽ ആത്മാവിൽ നയിക്കപ്പെടുവാൻ, ആത്മാവിൽ ജീവിക്കുവാൻ ഇന്ന് രാത്രിയിൽ എന്നെയും നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ. ആ ഒരു അവയർനെസ്സിൽ ജീവിക്കാൻ. Yes, we need to live in that awareness and that conscious living is necessary to live a successful, fruitful, useful Christian life. അത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവേ എന്റെ വാക്കുകളിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, എന്റെ വാക്കുകളിൽ ചിലപ്പോൾ ഒരുപക്ഷെ വഴക്കൊക്കെ പറഞ്ഞെന്നിരിക്കും, ഒരുപക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ, പക്ഷെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ അതിന്റെ റിസൾട്ട് കാണും. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ, ആത്മാവിനെ അനുസരിച്ച് ചരിക്കുന്നവൻ
എത്തേണ്ടുന്നിടത്ത് എത്തുവാനിടയായി. കാലേബും യോശുവയും മാത്രം എത്തിയെന്നാ പറയുന്നത്, ബാക്കി ആരും എത്തിയില്ല. അവരൊക്കെ പറഞ്ഞു പാലും തേനും ഒഴുകുന്ന ദേശമാണെന്നൊക്കെ പറഞ്ഞു, നല്ല കാര്യമാണ്. അവിടുന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് കാണിച്ചു, പോസിറ്റീവ് ആക്റ്റാ. പക്ഷെ അതൊന്നും അവരെ വാക്തത്വ നാട്ടിലേക്ക് എടുത്തില്ല. കാര്യം അവർ കാലേബിനെ പോലെ ദൈവം അറ്റസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളായിരുന്നില്ല. അവർ ദൈവത്തെ അനുസരിച്ച് നടന്നെന്നോ അവർക്ക് വേറെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് ദൈവം അവരെ കുറിച്ച് പറഞ്ഞില്ല. ഇന്ന് രാത്രി നമ്മളെ കുറിച്ച് ദൈവം പറയട്ടെ, മനു ആത്മനിയന്ത്രിതനായി, ഞാൻ ആമേൻ അയച്ച പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതനായി നയിക്കപ്പെടുന്ന, അനുദിനം നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ദൈവം അങ്ങനെ അറ്റസ്റ്റ് ചെയ്യുവാൻ, ദൈവം സാക്ഷ്യം പറയുവാനിടയാകട്ടെ. അത് ആ ഒരു അവയർനെസ്സിൽ ജീവിപ്പാൻ എന്നെയും നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ. അഞ്ചാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അഞ്ചാമത്തെ ഒരു കാര്യം, അഞ്ചാമത്തെ കാര്യം ഇതാണ്. 2 Timothy chapter 3 verse 1 to 17. അതിന്റെ ആദ്യത്തെ വാക്യവും അവസാനത്തെ വാക്യം ഒന്ന് വായിക്കും. വലിയൊരു അധ്യായം ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ആദ്യ അവസാനത്തെ വാക്യങ്ങൾ മാത്രം ഒന്ന് ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ആദ്യത്തെ 2 വാക്യം, അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ചാൽ. അഞ്ചാമത്തെ അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടത്. റെഫറൻസ് ഒന്നുകൂടെ പറയാമോ? 2 Timothy chapter 3 verse 1 and 2 and 16 and 17. ഈ മുഴുവൻ അധ്യായവും നമ്മുടെ റെഫറൻസ് ആണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അപ്പൊ അവസാനത്തെ അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടുന്നത് ദുർഘടമായ, അതായിട്ട് നമ്മൾ പിന്നെ വായിച്ചാൽ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട്, ദുർഘട സമയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകും. ഒരു ദൈവവൈതലിന് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് അവെയർ ആയിരിക്കണം. അത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ മാത്രമല്ല, എപ്പോഴും അവെയർ ആയിരിക്കണം. ഈ കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന് താഴ്ത്തൊന്ന് വായിച്ചു 1-2 വാക്യങ്ങൾ. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും. ഒത്തിരി ലിസ്റ്റ് പറയുന്നുണ്ട് ആ അധ്യായത്തിന്റെ. എനിക്ക് തോന്നുന്നു അതായത് 11ാമത്തെ വാക്യം വരെ നമുക്ക് നോക്കുമ്പോൾ, 9ാമത്തെ വാക്യം വരെ നമുക്ക് കാണുന്നത് ഇതെല്ലാം ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇത് അന്ത്യകാലത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് ഇത് നമ്മൾ അവെയർ ആയിരിക്കണം. വി നീഡ് ടു അവെയർ അബൌട്ട് ദിസ്. ഇവർ അവെയർ ആയിരിക്കുമ്പോൾ തന്നെ അവെയർ ആയിരിക്കേണ്ടത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. 16, 17 വാക്യങ്ങൾ അതുകൂടെ ഒന്ന് വായിക്കും. 15, 16, 17 വാക്യം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. കണ്ടോ, ഇപ്പൊ പറയാണ് ഈ അന്ത്യ സമയങ്ങളിൽ, ആ മൊമെന്റ്സിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആകണം. അവെയർ ആകുമ്പോൾ തന്നെ നാം പഠിച്ചതും നാം മനസ്സിലാക്കിയതും നാം ഗ്രഹിച്ചതുമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തായിരിക്കണം? നമ്മൾ നിശ്ചയമുള്ളവരായിരിക്കണം. താഴോട്ട് ഇങ്ങനെ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വകം പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളവൻ ആകുന്നു. അപ്പൊ ഇവിടെ 5ാമത്തെ അവയർനെസ് ഇതാണ്. വി നീഡ് ടു aware about the end times and the power of the scriptures to make us complete, perfect. നമ്മളെ പരിപൂർണരാക്കാൻ കഴിയുന്ന ദൈവവചനത്തെ കുറിച്ച് നാം ഈ അന്ത്യകാലത്തിലെ ദുർഘട സമയങ്ങളിൽ, അന്ത്യകാലത്തെ ഈ സമയങ്ങളിൽ നാം ബോധവാന്മാരായിരിക്കണം, നാം അറിവുള്ളവരായിരിക്കണം. അത് ദൈവവചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവവചനത്തിന് നമ്മളെ മാറ്റാൻ കഴിയുന്ന, ദൈവവചനത്തിന് നമ്മളെ പൂർണ്ണരാക്കാൻ കഴിയുന്ന, നമ്മളെ ശക്തരാക്കാൻ കഴിയുന്ന ആ ഒരു ബോധ്യം എന്നെ ഈ ആർക്കും മറ്റുള്ളവർക്കൊന്നും, ഏതെങ്കിലും ഒരു പുസ്തകങ്ങൾ വായിച്ചാൽ, നമ്മളൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് അല്ലെ, നമ്മളൊക്കെ അനേക ഉപദേശങ്ങൾ പലതും കൈക്കൊള്ളുന്നവരും കേൾക്കുന്നവരും ഒക്കെയാണ്. ഇന്ന് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി കൂടുതലാണ്.
ഒരു 20 വർഷത്തിന് മുമ്പുണ്ടായിരുന്നതിലധികം നമുക്ക് ഇന്ന് സാധ്യതകളും അത് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളും നമുക്ക് കൂടുതലാണ്. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഈ അന്ത്യ സമയങ്ങളിൽ ഉണ്ടാകും. ആ സമയങ്ങളിൽ നമുക്ക് നിലനിൽക്കാനും നമുക്ക് നമ്മളെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയിലേക്ക് നമ്മളെ തന്നെ ഒരുക്കാനും ദൈവവചനത്തിന്റെ ആവശ്യകതയെ കുറിച്ച്, ദൈവവചനത്തിന്റെ ആ തിരുവെഴുത്തിന്റെ ശക്തിയെ കുറിച്ച് അനുനിമിഷം നാം അവെയർ ആയിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 5 അവെയർനെസ് നമുക്കുണ്ടാകണം. കോൺഷ്യസ് ലിവിംഗിൽ ഉണ്ടാകേണ്ടുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, God is very near to us. ദൈവം നമ്മളോട് വളരെ അടുത്തു നിൽക്കുന്നു എന്ന ഒരു ബോധ്യം, എന്ന ഒരു അറിവ് നമുക്കുണ്ടാകണം. നമ്മൾ രണ്ടാമത് ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം, we are having an enemy. നമുക്കൊരു ശത്രു ഉണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. മൂന്നാമത്തെ കാര്യം, we are weak and the spirit of God, God's spirit will strengthen us. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കും എന്ന ബോധ്യം. നാലാമത്തെ കാര്യം, ജീവനും മരണവും കേവലം വാക്കുകളിൽ മാത്രമല്ല, ഞാനും നിങ്ങളും അനുസരിച്ചു പോകേണ്ടുന്ന, അധീനരായി പോകേണ്ടുന്ന, നമ്മൾ പ്രാപിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നാം അനുസരിച്ച് നടക്കേണ്ടുന്ന പരിശുദ്ധാത്മാവിൽ അടിസ്ഥാനപ്പെട്ടതാണ് നമ്മളിലുള്ള ജീവനും മരണവും എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ഈ അന്ത്യകാലത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മളെ പരിപൂർണരാക്കുന്നു, നമ്മളെ പക്വതയുള്ളവരാക്കുന്നു, ദൈവാനുരൂപികളാക്കുന്നു എന്ന അറിവിൽ ആ കോൺഷ്യസ് ലിവിംഗിൽ എനിക്കും നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ, കർത്താവ് ഇടയാക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. അവസരം തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തുവിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. പലപ്പോഴും കർത്താവേ, ഞങ്ങൾ ഈ അവയർനെസ് ഇല്ലാത്തൊരു ജീവിതം, ഒരു കോൺഷ്യസ് ലിവിംഗ് ഞങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു. അതിന്റെ പരാജയങ്ങൾ പലപ്പോഴും ഞങ്ങൾ അനുഭവിക്കാറുണ്ട്. കർത്താവേ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഞങ്ങൾക്ക് എത്താൻ കഴിയാതെ പോകുന്നുണ്ട്. രാത്രിയിൽ കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. അതെല്ലാം ഓരോ നിമിഷവും ഞങ്ങൾ അവെയറായി ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. വരവിനായി ഞങ്ങളെ ഒരുക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ആമേൻ. God bless you. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക ആലോചന ഭാഷയിൽ കൂടെ കേൾക്കുവാനിടയായി തീർന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടെയും അറിവോടും കൂടി ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു.